ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ. അനാഥൻ, തൊഴിലാളി, വിദ്യാർത്ഥി, സന്യാസി, പുരോഹിതൻ, ദൈവശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, എഴുത്തുകാരൻ, കവി, പശ്ചാത്താപം സ്വീകരിച്ചയാൾ, പരിഷ്കർത്താവ്, ബിഷപ്പ്, കർദിനാൾ, വിശുദ്ധൻ. ഇന്നത്തെ ധീരനായ വിശുദ്ധനെ വിശേഷിപ്പിക്കാൻ ഇവ വെറും ചില വാക്കുകൾ മാത്രമാണ്. ഇറ്റലിയിലെ റാവന്നയിലെ ഒരു ദരിദ്രവും എന്നാൽ കുലീനവുമായ കുടുംബത്തിൽ ജനിച്ച ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു പീറ്റർ. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചു. അതിനാൽ അദ്ദേഹം തൻ്റെ മൂത്ത സഹോദരന്മാരിൽ ഒരാളോടൊപ്പം താമസിക്കാൻ പോയി. അവർ തന്നോട് മോശമായി പെരുമാറുകയും പന്നിക്കൂട്ടത്തിൽ പണിയെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഒടുവിൽ റാവന്നയിൽ നിന്നുള്ള മറ്റൊരു സഹോദരൻ ഫാദർ ഡാമിയൻ അദ്ദേഹത്തെ സ്വീകരിച്ച് മികച്ച വിദ്യാഭ്യാസം നൽകി. അതിൽ അദ്ദേഹം വളരെയധികം മികവ് പുലർത്തി. പുരോഹിതനായ സഹോദരനോട് പീറ്റർ വളരെയധികം നന്ദിയുള്ളവനായിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്തു. അങ്ങനെ അദ്ദേഹം പീറ്റർ ഡാമിയൻ ആയി. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ പീറ്റർ ഡാമിയൻ വളരെ വിജയകരമായി പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും സർവകലാശാല ക്രമീകരണം തനിക്ക് അനുയോജ്യമല്ലെന്ന് അദ്ദേഹം താമസിയാതെ കണ്ടെത്തി. അതിനാൽ അദ്ദേഹം 40 ദിവസത്തെ ധ്യാനത്തിനായി ഫോണ്ടെ അവെല്ലാനയിലെ ഒരു ആശ്രമത്തിലേക്ക് മാറി. ധ്യാനം പൂർത്തിയാക്കിയപ്പോൾ സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു വിളി അദ്ദേഹം മനസ്സിലാക്കുകയും ആ ശീലം സ്വീകരിക്കുകയും ചെയ്തു. ഒരു സന്യാസി എന്ന നിലയിൽ പീറ്റർ ഡാമിയൻ പ്രാർത്ഥനയുടെയും കഠിനമായ തപസ്സിൻ്റെയും ഒരു ഏകാന്ത ജീവിതം നയിച്ചു. അദ്ദേഹത്തിൻ്റെ തപസ്സുകൾ വളരെ കഠിനമായിരുന്നു. അവ ഒന്നിലധികം തവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു. ഒടുവിൽ സഹസന്യാസിമാരെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവുകൾ വീണ്ടും ഉപയോഗിച്ചു. അടുത്ത കുറച്ച് വർഷത്തേക്ക് അദ്ദേഹം സ്വന്തം ആശ്രമത്തിലും അയൽപ്പക്ക ആശ്രമങ്ങളിലും പഠിപ്പിക്കുകയും എഴുതാൻ തുടങ്ങുകയും ചെയ്തു. അസാധാരണമായ വിശുദ്ധിക്ക് പേരുകേട്ട തൻ്റെ ആശ്രമത്തിൽ നിന്ന് അടുത്തിടെ മരിച്ചുപോയ സന്യാസിയായ വിശുദ്ധ റൊമുവാൾഡിൻ്റെ വീറ്റ അല്ലെങ്കിൽ ലൈഫ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതികളിൽ ഒന്ന്. 1043 35-ാം വയസ്സിൽ ബ്രദർ പീറ്റർ ഡാമിയൻ തൻ്റെ ആശ്രമത്തിൻ്റെ പ്രിയോറായി നിയമിതനായി. അദ്ദേഹം സഹോദരന്മാരെ അവരുടെ ഭരണത്തിലേക്ക് തീക്ഷ്ണതയോടും വിശ്വസ്തയോടും കൂടി നയിച്ചു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ അദ്ദേഹം പുതിയ ആശ്രമങ്ങൾ സ്ഥാപിക്കാനും തുടങ്ങി. അക്കാലത്ത് ബെനഡിക്ട് 9-ാമൻ പോപ്പ് കൈക്കൂലിയിലൂടെ പാപ്പത്വം നേടി അധാർമിക ജീവിതം നയിച്ചിരുന്ന തികച്ചും അപകീർത്തികരമായ ഒരു പോപ്പായിരുന്നു. 1045-ൽ തൻ്റെ ബന്ധുവിനെ വിവാഹം കഴിക്കാൻ മാർപ്പാപ്പ സ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്നതിനു മുൻപ് അദ്ദേഹം തൻ്റെ ഗോഡ്ഫാദർ ഫാദർ ജോൺ ഗ്രാഷ്യന് ഉപദേശത്തിനായി കത്തെഴുതി. ഒരു വിശുദ്ധ മനുഷ്യനായതിനാൽ ഫാദർ ഗ്രേഷ്യൻ അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രോത്സാഹിപ്പിച്ചു. മാർപ്പാപ്പ സ്ഥാനം ഗ്രിഗറി 6-ാമൻ പോപ്പായി മാറിയ ഫാദർ ഗ്രേഷ്യന് വിട്ടുകൊടുത്തു. മാറ്റത്തിൽ സന്തോഷിച്ച ബ്രദർ പീറ്റർ ഡാമിയൻ സഭയ്ക്കുള്ളിലെ അഴിമതിയും അപവാദവും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് പുതിയ പോപ്പിന് കത്തെഴുതി. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കാൻ ഒന്നിലധികം പോപ്പുകൾ ബ്രദർ പീറ്റർ ഡാമിയനോട് അഭ്യർത്ഥിച്ചു. പുരോഹിതരുടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം നിരവധി കത്തുകൾ എഴുതി. സൈമണിക്കെതിരെ പോരാടി. ലൈംഗിക ദുരുപയോഗങ്ങൾ അഭിസംബോധന ചെയ്തു. ബിഷപ്പുമാരെ വെല്ലുവിളിച്ചു. ആശ്രമങ്ങൾ പരിഷ്കരിച്ചു. വിശുദ്ധിയുടെ അതിശയകരമായ വ്യക്തിപരമായ സാക്ഷ്യം നൽകി. 1057-ൽ ബ്രദർ ഡാമിയൻ തൻ്റെ സ്ഥാനം നിരസിക്കാൻ ശ്രമിച്ചിട്ടും മാർപ്പാപ്പ അദ്ദേഹത്തെ ഓസ്റ്റിയയിലെ കർദിനാൾ ബിഷപ്പായി നിയമിച്ചു. പുതിയ കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ സഹോദര കർദിനാൾമാരെ വെല്ലുവിളിക്കുകയും അഴിമതി തുടച്ചു നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങുകയും പ്രാർത്ഥനാ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ അക്കാലത്തെ തിന്മകൾക്കെതിരെ പോരാടുന്നതിൽ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത തുടർന്നു. മറ്റ് സഭാ നേതാക്കൾ അദ്ദേഹത്തെ എതിർത്തപ്പോഴും പോപ്പിന് ശേഷം പോപ്പ് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു. 1072-ൽ 65-ാം വയസ്സിൽ ഒന്നിനു പുറകെ ഒന്നായി അഴിമതിയുമായി പോരാടിയ ശേഷം കർദിനാൾ പീറ്റർ ഡാമിയൻ രോഗബാധിതനായി. ജന്മനാടിനടുത്തുള്ള ഒരു ആശ്രമത്തിൽ ഒരാഴ്ചയോളം രോഗബാധിതനായി. സന്യാസിമാർ കിടക്കയ്ക്ക് ചുറ്റും മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർദിനാൾ മരിച്ചു.